السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. صدق الله مولانا العظيم. يا معشر التجار إن التجار يبعثون يوم القيامة فجارا إلا من اتقى الله وبر وصدق. صدق رسوله الأمين. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സത്യവിശ്വാസികളായ ആളുകൾ കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടം ഇസ്ലാമികമായിരിക്കണം. ഉടമസ്ഥനായ അല്ലാഹു പറഞ്ഞ വിധം, ആ അല്ലാഹുവിൻ്റെ ദൂതരായ തിരുമുസ്തഫ തങ്ങൾ കാണിച്ചു തന്ന വിധം ആയിരിക്കണം ഇടപാടുകളൊക്കെയും. ആ നിലയ്ക്ക് കച്ചവട രംഗങ്ങളിൽ നിസാരമായ ലാഭം കാംക്ഷിച്ചുകൊണ്ട് ഒരിക്കലും കളവ് പറയരുതേ. തങ്ങളുടെ പക്കലുള്ള ചരക്കിൻ്റെ, കച്ചവട വസ്തുക്കളുടെ ന്യൂനതകൾ, കുറ്റങ്ങൾ കസ്റ്റമേഴ്സിന്റെ മുമ്പാകെ തുറന്ന് പറഞ്ഞ് ഒരിക്കലും ചതിയോ വഞ്ചനയോ കാണിക്കരുതേ. ഇത് ഇസ്ലാമിക അധ്യാപനമാണ്. ഈ ഇസ്ലാമിന്റെ കൽപ്പന മാനിക്കാതെ എതിരായി പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന നാശങ്ങളിൽ ചിലതും മുൻ വിവരണങ്ങളിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സമ്പത്തിന് ബറക്കത്തുണ്ടാകൂല, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്തുണ്ടാകൂല, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകൂല, ഹറാമ് സമ്പാദിച്ച് അതുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ഏറെക്കുറെ പറഞ്ഞു. ഇതിനേക്കാളെല്ലാം ഉപരി, ഇതിനേക്കാൾ വലിയ ഒരു നാശം മറ്റൊന്നുണ്ട്. അതെന്താണ്? നമ്മുടെ തൊഴിലിടങ്ങളിൽ, കച്ചവട ഇടങ്ങളിൽ നാം അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ തട്ടിപ്പും വെട്ടിപ്പും കളവും വഞ്ചനയും ചെയ്താൽ നമുക്ക് വരുന്ന മറ്റൊരു മഹാനാശമുണ്ട്. അതാണ് യഥാർത്ഥ നാശം. അതെന്താണ്? അത്തരക്കാരുടെ വിശ്വാസത്തെ, ഈമാനിനെ, തൗഹീദിനെ തന്നെ തകർക്കുന്ന പുഴുക്കുത്തുകളായി ഈ കുറ്റകൃത്യങ്ങൾ മാറും. ഞാനും നിങ്ങളും പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലയും കച്ചവടവും തമ്മിൽ ബന്ധമുണ്ട്. പരിശുദ്ധ കെലിമയും തൊഴിലും തമ്മിൽ ബന്ധമുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസിയായ മുസൽമാൻ അവന്റെ കച്ചവടം അവൻ നടത്തുന്നത് തൗഹീദിന്റെ പാതയിലൂടെയായിരിക്കും. മുനാഫിഖോ കാഫിറോ ആണെങ്കിൽ
അവന്റെ കച്ചവടങ്ങളിൽ നിഷേധവും കാപട്യവും വ്യക്തമാകും. ഏതൊരു കച്ചവടക്കാരനാകട്ടെ, ചിലപ്പോ 3 ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, വലിയ നിസ്കാരത്തഴമ്പുണ്ടാകും. കച്ചവട രംഗങ്ങളിൽ അള്ളാഹുവിന്റെയും തിരു റസൂലിന്റെയും കൽപ്പനകൾ മാനിക്കാതെയാണ് അയാൾ ഈ കച്ചവടം ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യമില്ല. മുനാഫിക്കും കാഫിറും കച്ചവടം ചെയ്യുമ്പോ ആ കച്ചവടത്തിൽ നിഷേധ മനോഭാവവും കാപട്യവും കാണാനാകും. യഥാർത്ഥ മുസൽമാനാണോ, തൗഹീദിന്റെ വഴിയിലൂടെയായിരിക്കും ആ കച്ചവടം മുന്നോട്ട് പോവുക. ഒരു പരമസത്യം എല്ലാവരും ഉൾക്കൊള്ളണം. ആരെങ്കിലും പരലോകത്തേക്കാൾ ദുന്യാവിന് പരിഗണന കൊടുക്കുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും ദീനിനേക്കാൾ പരിഗണന പണത്തിന് കൊടുക്കുന്നുണ്ട് എങ്കിൽ, അത്തരക്കാരായ ആളുകൾ ഉരുവിടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇക്കാര്യം കൃത്യമായി വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ദീനിനേക്കാൾ പണത്തിനാണ് പ്രാമുഖ്യം, ആഖിറത്തെക്കാൾ പരലോകത്തെക്കാൾ ദുന്യാവിനാണ് ആ മനുഷ്യന്റെ അടുക്കൽ വില എങ്കിൽ അയാളെ കെലിമ കൊണ്ടും കാര്യമില്ല, അയാളെ ഇസ്ലാം കൊണ്ടും കാര്യമില്ല, നിസ്കാരം കൊണ്ടും കാര്യമില്ല, ഓത്തുകൊണ്ടും കാര്യമില്ല, പാട്ടുകൊണ്ടും കാര്യമില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി അരുൾ ചെയ്തിരിക്കുന്നു, ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തദ്ഫഉ അനിൽ ഖൽഖി സുഖ്തല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രഖ്യാപിച്ച വ്യക്തിയിൽ നിന്ന് അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് തടയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് വിജയം കിട്ടും, സമാധാനം കിട്ടും. എപ്പോൾ മാലം യുസിറൂ സഫഖത ദുനിയാഹും അലാ ആഖിറതിഹിം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച സമൂഹം പരലോകത്തിന് വില കൊടുക്കുന്ന കാലത്തോളം, ദുന്യാവിനേക്കാൾ പരലോക ജീവിതത്തിന് വില കൊടുക്കുന്ന കാലത്തോളം, പരിഗണന കൊടുക്കുന്ന കാലത്തോളം, മരണാനന്തര ജീവിതത്തിന് പ്രത്യേകം പരിഗണന കൊടുക്കുന്ന കാലമത്രയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലിക്കും. അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷ കിട്ടും, പടച്ച തമ്പുരാന്റെ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുന്നത് എപ്പോഴാണ്? പരലോകത്തിന് പ്രാമുഖ്യം കൊടുക്കുമ്പോ, ദുന്യാവിനേക്കാൾ. നേരെ മറിച്ച് ഏതെങ്കിലും ആളുകൾ ദുന്യാവിന് സ്ഥാനം കൊടുത്തു ആഖിറത്തേക്കാൾ, ഒരു ചെറിയ നുണ അറിഞ്ഞപ്പോ ഇവിടെ ലാഭം കിട്ടില്ല, മരിച്ചു എന്നിട്ടുള്ളതൊക്കെ അവിടെ ചെന്നിട്ട് നോക്കാന്നേ, അല്ലെങ്കിൽ ഇപ്പൊ അത് ഉണ്ടെങ്കിലല്ലേ അവിടുന്ന് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്ന് ആരും ഇപ്പൊ അവിടുത്തെ കഥയൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉള്ളില് അതൊക്കെ മരിച്ചു എന്നിട്ടല്ലേ. ഇവിടെ ഇപ്പൊ നമ്മുടെ പ്രസന്റ് സ്റ്റേജിൽ ഇവിടെ ലാഭവും കച്ചവടല്ലേ നോക്കേണ്ടേ എന്നിങ്ങനെ പരലോകത്തെക്കാൾ ദുനിയാവിന് സ്ഥാനം കൊടുത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഭാഗം, വഖാലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ നിരന്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടെങ്കിലും ഇത്തരക്കാരോടായി ഖാലല്ലാഹു തആല, അല്ലാഹു പറയും, കദബ്തും വലസ്തും ബിഹാ സാദിഖീൻ. നിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കളവ് പറഞ്ഞവരാണ്, നിങ്ങൾ സത്യസന്ധരല്ല, നിങ്ങൾ മുനാഫിഖുകളാണ് ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കള്ളക്കാഫിറുകളാണ് എന്ന് അല്ലാഹു ഇത്തരക്കാരോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ. അപ്പൊ കച്ചവടത്തിൽ നേരുന്നെറിയില്ലെങ്കിൽ അല്ലാഹ് പറയും ആ ആളുകളോട്, എന്ത്? കദബ്തും, നിങ്ങൾ ആ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് കളവാണ്, വലസ്തും ബിഹാ സ്വാദിഖീൻ, നിങ്ങൾ അതിൽ സത്യസന്ധരല്ല. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഖ്ലിസൻ ദഖലൽ ജന്ന. ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചതു തന്നെ. ഉറപ്പായിട്ടും അയാൾ സ്വർഗത്തിലാകുന്നു. പക്ഷെ ചുമ്മാ പറഞ്ഞാ പോരാ, മുഖ്ലിസൻ നിഷ്കളങ്കനായി ആത്മാർത്ഥതയോടെ പറയണം. ഇത് കേട്ട സ്വഹാബത്ത് ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് വമാ ഇഖ്ലാസുഹാ, ആ കലിമയിലെ ഇഖ്ലാസ് എന്താ, ആത്മാർത്ഥത എന്താ, സത്യസന്ധത എന്താ? അതോടെ പറഞ്ഞാലാണല്ലോ സ്വർഗം ഉറപ്പ്. കലിമയിലെ സത്യസന്ധത എന്താണ് നബിയേ? ഈ ചോദ്യത്തിന് തങ്ങൾ കൊടുത്ത ഉത്തരം 70,000 തവണ മാല പിടിച്ച് ചൊല്ലുക എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ പുരികം മേൽപോട്ട് ഉയർത്തി മൂക്ക് വീർപ്പിച്ച് മുഖം കൊണ്ട് ചില ഗോഷ്ഠികളൊക്കെ കാണിച്ച്, അങ്ങനെ കണ്ട് ചില ഭക്തികള്, അധര വ്യായാമം, അങ്ങനെ ചൊല്ല എന്നും അല്ല പറഞ്ഞത്. വിജനമായ ഒരിടത്തിരുന്ന് ഒറ്റക്കിലോ ഇലാഹ ഇല്ലല്ലാഹ് മഖ്റജൊക്കെ ശരിയാക്കി ചൊല്ല എന്നും അല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ ഈ ആത്മാർത്ഥമായ ചൊല്ലല്, ആത്മാർത്ഥമായ കലിമയുടെ പ്രഖ്യാപനം എങ്ങനെയാണ്? അയ്യുഹിരിസഹു അമ്മാ ഹറമല്ലാഹ്, അത് ചൊല്ലിയ വ്യക്തി അല്ലാഹു അരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമായി ഒരാൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ, ആ പ്രഖ്യാപിച്ച മനുഷ്യൻ അതിൽ മുഖ്ലിസ് നിഷ്കളങ്കനാണെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ, പിന്നെ അല്ലാഹു അരുത്, കച്ചവടത്തിലരുത്, ഇടപാടിലരുത്, തൊഴിലിലരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാതെ സൂക്ഷിക്കുന്നവനാണ് ആ വ്യക്തി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇടപാട് വഴി തെറ്റിയാൽ നമ്മുടെ ഈമാൻ പോലും തകരുന്നാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടക്കാരായ സ്വഹാബത്തിനെ നിരന്തരം ഉപദേശിച്ചു, അവരോട് വഅ്ള് പറഞ്ഞു. നമ്മുടെ വഅ്ള് കച്ചവടക്കാരോട് എന്തോരം വഅ്ള് നടന്നു. ഞാൻ ഇപ്പൊ ഏതാനും ആഴ്ചകളായി ഇപ്പൊ ഇത് പറയാൻ തുടങ്ങിയിട്ട്, മൊയ്ലിയരെ വേറെ വിഷയമൊന്നും ഇല്ലേന്ന് ചിലരൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാ അറിയില്ല, ചിലപ്പോ ഇത് കേട്ടൊരു മടുപ്പ് വന്നിട്ടോ, അല്ലെങ്കിൽ സ്വന്തം നെഞ്ചിന് നേരെ കൂരമ്പുകൾ പോലെ ചില വാക്കുകൾ, ഞാൻ ആരും ഉദ്ദേശിച്ചല്ല പറയുന്നത്, നേരെ വരുന്നത് കൊണ്ടോ എന്തോ അറിയില്ല. ഈ മൊയ്ലിയേരൊരു വിഷയം തുടങ്ങിയ റബ്ബർ ബാൻഡ് നീട്ടണ അതിൽ അങ്ങനെ നീട്ടും ഇല്ല. ഞാൻ ഒന്നും നീട്ടിയിട്ടില്ല, പറഞ്ഞത് ആവർത്തിച്ചിട്ടില്ല. പുതിയ പുതിയ ആയത്തുകളും ഹദീസുകളാണ് നിങ്ങളോട് സമർപ്പിക്കുന്നത്. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെന്താ പറയേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് കച്ചവടക്കാരോട് നടത്തിയ പ്രത്യേക ഉപദേശം. ഒരു ദിവസം മുത്ത് റസൂല് മദീനത്തെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് നടന്നു വരിക, പുറത്തെവിടെ പോയിട്ട് വരികയാണ്. നിസ്കാര സമയമായി വന്നപ്പോ ചന്തയില്, അങ്ങാടിയില് കച്ചവടക്കാര് അവിടെ ബിസിനസ്സിൽ എൻഗേജ്ഡ് ആണ്, അവര് തിരക്കിലാണ്, അവരാ ശ്രദ്ധയിൽ വ്യാപൃതരാണ്. സ്വഹാബാക്കളിലെ കച്ചവടക്കാർ മദീന പട്ടണത്തിൽ ബിസിനസ്സിൽ എൻഗേജ്ഡ് ആണ്. ഇത് കണ്ടു റസൂലുള്ളാഹ്, യാ മഅ്ശറത് തുജാർ, ഒറ്റ വിളിയാണ്, യാ മഅ്ശറത് തുജാർ, കച്ചവടക്കാരായ സമൂഹമേ, ബിസിനസ്സുകാരായ കൂട്ടമേ എന്ന് വിളിച്ചപ്പോ എല്ലാവരും തല ഉയർത്തി കഴുത്ത് നീട്ടി ചെവി പിടിച്ച് അവരിങ്ങനെ നിശബ്ദരായിരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇന്ന തുജാറ യുബ്അസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ, ഇന്ന തുജാറ യുബ്അസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ, തീർച്ചയായിട്ടും കച്ചവടക്കാർ അന്ത്യനാളിൽ കൊടും കുറ്റവാളികളായി കടന്നു വരും വിഭാഗമേ. തീർച്ചയായിട്ടും ബിസിനസ്സുകാര്, കച്ചവടക്കാര് കൊടും കുറ്റവാളികളായിട്ട് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരും കൂട്ടരെ. അവര് പേടിച്ചു. അപ്പൊ തന്നെ റസൂലുള്ള പറഞ്ഞു, ഇല്ലാ മനിത്തഖല്ലാഹ വബറ വസദഖ,
അള്ളാഹുവിനെ പേടിച്ച് കച്ചവടം ചെയ്ത ആളുകൾ ഒഴികെ വബർറ വസദഖ, ആ രംഗത്ത് നന്മ ചെയ്ത് സത്യസന്ധത പുലർത്തിക്കൊണ്ട് ബിസിനസ് ചെയ്ത ആളുകളല്ലാത്ത സകല കച്ചവടക്കാരും കൊടും തെമ്മാടികളായിട്ടാണ് നാളെ പരലോകത്തേക്ക് കടന്നു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവരതൊക്കെ ചെവിക്കൊണ്ടു കേട്ടു. നമ്മൾ പറഞ്ഞല്ലോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വലിയ ബിസിനസ്സുകാരനാണ്. എത്ര കച്ചവടം ചെയ്തു, എത്ര പണം ഉണ്ടാക്കി. ആ പണൊക്കെയും ദീനിനു വേണ്ടി കൊടുത്തു. റസൂലുള്ള പറഞ്ഞു, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു അബീബക്കർ. എന്റെ അബൂബക്കറിന്റെ പണം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരു പണവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോ ഇപ്പൊ നമ്മളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു നല്ല വാക്ക് ഇപ്പൊ ആരെങ്കിലും പറഞ്ഞാല് നമ്മള് ആത്മാഭിമാനത്തോടെ ഉഷാറാവുമല്ലോ. ഫബക്കാ അബൂബക്കർ, ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാണ്. എനിക്ക് ഈ അബൂബക്കറിന്റെ ധനം ഉപകരിച്ച അത്ര വേറൊരു പണവും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ കരയാണ്. കരഞ്ഞിട്ട് പറഞ്ഞെന്തറിയോ, വഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്. അതെ, ഒന്നും ഒരു കാര്യല്ല നബിയേ, ഈ ഞാൻ തന്നെയും ഈ അബൂബക്കർ തന്നെയും എന്റെ സമ്പത്ത് മാത്രല്ല, ഈ ഞാൻ തന്നെയും അങ്ങേക്കുള്ളതല്ലേ മുത്ത് റസൂലേ. ഞാൻ എന്നെ തന്നെ ഞാൻ തങ്ങൾക്ക് തന്നിട്ടുണ്ട്, ദീനിന് തന്നിട്ടുണ്ട്. അതിനപ്പുറം ഉണ്ടോ എന്റെ സ്വത്ത് റസൂലേ? അതൊന്നും പറയാൻ മാത്രമല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയാണ്. സ്വഹാബാക്കളിലെ ബിസിനസ്സുകാര് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻ, സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻ, ഇവരൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരും വലിയ ധനികന്മാർ, സമ്പന്നന്മാരുമായിരുന്നു. എങ്ങനെ അവരൊക്കെ ലാഭം കൊയ്തത്? ഇസ്ലാമികമായ കച്ചവടം ചെയ്തിട്ട് തന്നെ. ശേഷം വന്ന താബിഉകൾ, തബഉ താബിഉകൾ, ആരിഫീങ്ങളായ ആളുകൾ, ഈ മാർഗം പിന്തുടരുന്ന ആളുകൾ, അവരൊക്കെ ചരിത്രം കാണാൻ ഇസ്ലാമിക ചരിത്രത്താളുകളില് ഇബ്നു സീരീൻ റഹിമഹുല്ലാ തന്റെ ഒരു ആടിനെ വിറ്റപ്പോ മേടിക്കാൻ വന്ന ആളോട് പറഞ്ഞു, ഈ ആടിനെ പോറ്റാൻ കൊണ്ടുപോവാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, തിന്നാൻ അന്നം തീറ്റ വെച്ചു കൊടുത്താൽ കാലുകൊണ്ട് തട്ടിയിടും. അത് അങ്ങനത്തെ ഒരു പ്രാന്തുണ്ട് ഈ ആടിന്, വേണമെങ്കിൽ മേടിച്ചോ, അറക്കാനാണെങ്കിൽ അതിനുള്ള വില മേടിച്ചിട്ട് കൊണ്ടുപോയിക്കോ, ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. മറ്റൊരു മഹാജ്ഞാനി അദ്ദേഹത്തിന്റെ അടിമയെ വിൽപ്പനക്ക് വെച്ചു. അന്ന് അടിമ വിൽപ്പന ഉണ്ടല്ലോ, അടിമ ചന്തയുണ്ട്. ഇബ്നു സ്വാലിഹ് റഹിമഹുല്ലാ മഹാജ്ഞാനിയാണ്. അടിമപ്പെണ്ണിനെ വിൽക്കാൻ തീരുമാനിച്ച് മേടിക്കാൻ ആള് വന്നപ്പോ പറഞ്ഞു, ദേ ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, മുമ്പൊരിക്കൽ അവൾ രക്തം തുപ്പിയിരുന്നു. അത് മാരകമായ രോഗമാണോ, അതിന് പല്ലിന്റെ ഊനിന് ചെറിയ ഡാമേജ് ആണോ അറിയാൻ പാടില്ല. പിന്നെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല, രക്തം തുപ്പിയ പെണ്ണാണ് അടിമപ്പെണ്ണ്, അതിന് വില അതിന് യോജിച്ചത് തന്നേക്ക്. കണ്ടോ, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. അവർക്ക് മാത്രമേ സ്വർഗ്ഗമുള്ളൂ, അവരെ മാത്രമേ അള്ളാഹ് സ്നേഹിച്ചിട്ടുള്ളൂ എന്നാ ഖുർആൻ പറയുന്നത്. ആര്? സ്വഹാബാക്കള്. ആ സ്വഹാബാക്കളെ പിന്തുടരുന്ന ആളുകൾ ജീവിതത്തിൽ, ആദർശത്തിൽ, കച്ചവടത്തിൽ, തൊഴിലിൽ, കുടുംബജീവിതത്തിൽ, സമൂഹത്തോടുള്ള ബാധ്യതയിൽ, പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തത്തിൽ ഈ സ്വഹാബാക്കൾ പോയ വഴിക്ക് ആര് പോയോ അവരെയാണ് അള്ളാഹ് പൊരുത്തപ്പെടുക. അവർക്ക് മാത്രമാണ് സ്വർഗമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ കച്ചവടത്തിൽ പാലിക്കാനുള്ള 4 മര്യാദകളിൽ 2 പറഞ്ഞു. മൂന്നാമത്തെ മര്യാദ അല്ലാ യക്തുമ ഫിൽ മിഖ്ദാരി ശൈആ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക. മൂന്നാമത്തെ മര്യാദ അല്ലാ യക്തുമ ഫിൽ മിഖ്ദാരി ശൈആ. മൂന്നാമത്തേത് അളവിലും തൂക്കത്തിലും കച്ചവടക്കാർ കസ്റ്റമേഴ്സിന് നൽകുമ്പോൾ അളവിൽ വെട്ടിച്ചുരുക്കാൻ പാടില്ല, തൂക്കത്തിൽ കുറവ് വരുത്താൻ പാടില്ല. അത് വ്യാപകമായിട്ടുണ്ട്, ഇന്നുണ്ട്. ഒരു പെട്രോൾ പമ്പ് ഡീലർ നടത്തിപ്പുകാരനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഒന്നുകിൽ എണ്ണയിൽ ഇച്ചിരി മായം കലർത്തണം, അല്ലെങ്കിലോ അളവിൽ ഇച്ചിരി കുറവ് വരുത്തണം, അല്ലെങ്കിൽ ആ മേഖലയിൽ ലാഭം ഉണ്ടാക്കാൻ പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്യാം, ലാഭം ഉണ്ടാക്കാൻ പറ്റൂല.
പലരും എണ്ണടിക്കുമ്പോൾ സ്പെഷ്യൽ വിശ്വാസമുള്ള പമ്പിലേക്ക് മാത്രം കയറുക. കാരണം അത് നടക്കുന്നുണ്ട് വ്യാപകമായിട്ട്. അത് നടത്തിയ ഒരു വ്യക്തി സഹോദരൻ എന്നോട് പറഞ്ഞതാണ്. ഒന്നുകിൽ മായം ചേർക്കുക, അല്ലെങ്കിൽ ഇച്ചിരി അളവ് കുറക്കുക. ഇവിടെയുള്ള സത്യസന്ധത എങ്ങനെയെന്നറിയോ? നാം മേടിക്കുമ്പോൾ എങ്ങനെ തൂക്കി മേടിക്കാനാണോ ഇഷ്ടപ്പെടുന്നത്, നാം അളന്ന് മേടിക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ലഭിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ തൂക്കുകയും അളക്കുകയും കൊടുക്കുമ്പോഴും. ഞാൻ എനിക്കിങ്ങോട്ട് അളന്നൊരു ഭൂമി മേടിക്കുമ്പോൾ അതെങ്ങനെ അളക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തൂക്കി മേടിക്കുമ്പോൾ എങ്ങനെ തൂക്കി കിട്ടണം, ശരി മുൻതൂക്കല്ലേ ഞാൻ ആഗ്രഹിക്കുക എനിക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ. അത് തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് നൽകുമ്പോൾ ഉദ്ദേശിക്കുക. അവിടെ ഇപ്പൊ വെട്ടിപ്പ് നടത്തിയാൽ ഒരു 50 ഗ്രാം അല്ലെങ്കിൽ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 50 മില്ലി ലിറ്റർ അല്ലേ, അല്ലെങ്കിൽ 100 മില്ലി ലിറ്റർ, അല്ലെങ്കിൽ അളക്കുകയാണെങ്കിൽ ഒരു 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ഇവിടെ തട്ടിയെടുക്കുക ചുളിവില്. മറ്റേ സാധു അറിയാതെ ഇങ്ങനെ ഒത്തിരി തട്ടിയെടുത്താൽ കുറെ ആവും ചെയ്യും. പക്ഷേ അത് ലാഭമല്ല, അത് നാശമാണ്, അത് നഷ്ടമാണ് എന്ന് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ എത്ര ഭാഗത്താണ് അള്ളാഹു അത് ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. എന്ത്? നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാല് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ കഴിയൂല എന്ന് മാത്രല്ല, അത് നാശമാണ്, നഷ്ടമാണ് നിങ്ങൾക്ക്. സൂറത്തുൽ മുത്തഫിഫീൻ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ ഒന്ന് വായിച്ചു നോക്ക്. വൈലുൽ ലിൽ മുത്തഫിഫീൻ, തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഉഡായിപ്പുകാർക്കാണ് നാശം. എന്ത്? വൈലുൻ, നാശം, അല്ലെങ്കിൽ നരകത്തിലെ കനത്ത പ്രഹരമേൽക്കുന്ന നരകത്തിലെ ഒരു തെരുവ്. രണ്ടർത്ഥവും പറഞ്ഞിട്ടുണ്ട് മുഫസ്സിറുകൾ. വൈൽ കനത്ത നാശം, അല്ലെങ്കിൽ വൈൽ എന്ന നരകത്തിന്റെ ഏരിയ. ലിൽ മുത്തഫിഫീൻ, ഉഡായിപ്പുകാർക്കാണ്, വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നവർക്കാണ്. ആരാണ് ഈ ഉഡായിപ്പുകാര്? തുടർന്ന് അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് അളന്ന് മേടിക്കുമ്പോൾ പൂർത്തീകരിച്ച് മേടിക്കുന്നവരാണവര്. ജനങ്ങളിൽ നിന്ന് തൂക്കി വാങ്ങുമ്പോൾ കൃത്യമായി തൂക്കം നോക്കി മേടിക്കുന്നവരാണവര്. ആരാ ഉഡായിപ്പുകാര്? ഇങ്ങോട്ട് മേടിക്കുമ്പോ അളവും തൂക്കവും കൃത്യമായി ഇങ്ങോട്ട് മേടിക്കുന്നവരാണ്. വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ, അവർ അളന്ന് നൽകുമ്പോൾ, ഔ വസനൂഹും അല്ലെങ്കിൽ തൂക്കി വിൽക്കുമ്പോൾ, അളന്ന് വിൽക്കുമ്പോൾ, തൂക്കി കൊടുക്കുമ്പോൾ, യുഖ്സിറൂൻ അവിടെ കുറവ് വരുത്തുന്നവരുമാണ്. ഇങ്ങോട്ട് കൃത്യമായിട്ട് മേടിച്ചിട്ട് അങ്ങോട്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ, ഇവരാണ് ഉഡായിപ്പിന്റെ ആളുകൾ. അവർക്ക് വൈലെന്ന നരകമാണ്. അലാ ഉലൈക അന്നഹും മബ്ഊസൂൻ, അറിയുക ഇവർക്ക് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലേ? അള്ളാഹു ചോദിക്കുന്നു. ഈ പണി ചെയ്യുന്ന ആളുകള് ഉലൈക അന്നഹും മബ്ഊസൂൻ, അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, മരിച്ചിട്ടൊരു ജീവിതമുണ്ട് എന്നുള്ള ധാരണല്ലേ, ഭാവനയില്ലേ അവർക്ക്? ലിയൗമിൻ അളീം, ഭയാനകമായ ഒരു ദിനത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്ന ഒരു വിചാരമില്ലേ അവർക്ക്? യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ പടച്ച തമ്പുരാന്റെ മുമ്പാകെ മാനവ മക്കളെ ഹാജരാക്കപ്പെടുന്ന ദിനം വരാനുണ്ടെന്ന ഒരു ബോധമില്ലേ അവർക്ക്? അള്ളാഹു ചോദിക്കുകയാണ്. ഈ പണി ചെയ്യുന്നവരെ മരിച്ചുപോയാലൊരു ജീവിതം ഉണ്ട് എന്നുള്ള ഒരു വിവരമില്ലേ അവർക്ക്? ഭയാനകമായ ഖിയാമത്ത് നാളിന്റെ കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ലേ അവർക്ക്? റസൂലുള്ള മദീനയിൽ ഹിജറയായി ചെന്നെത്തിയപ്പോ മദീനയിലെ കച്ചവടക്കാർക്ക് ഈ പണി വ്യാപകമായിരുന്നു. ഏത് പണി? അളക്കുമ്പോ തട്ടിപ്പ്, തൂക്കുമ്പോ തട്ടിപ്പ്. റസൂലിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടു, മനം നൊന്തു. അള്ളാന്റെ വചനം വന്നു. അതാണ് ഈ ആയത്തുകൾ. മുത്തഫിഫീൻ 1 തൊട്ട് 6 വരെയുള്ള ആയത്തുകൾ ഈ കാര്യത്തിൽ മദീന നിവാസികളുടെ തട്ടിപ്പ് കണ്ട് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഉടനെ ഈ ആയത്ത് അവർക്ക് ഓതിക്കൊടുത്തപ്പോ ആ പണി അവർ നിർത്തി.
പിന്നെ നല്ല മര്യാദക്കാരായ കച്ചവടക്കാരായി. മുഅ്മിനീങ്ങളെ, എത്ര ആയത്തുകൾ! ഇതൊക്കെ അല്ലേ വഴൽ? ഇത് വഴല് വേണ്ടേ? ഇത് വഴലില് വേണ്ടേ? ഈ ആയത്തൊക്കെ അള്ളാഹ് മരിച്ചോടത്തോതാ വേണ്ടി ഇറക്കിയതാ? നമ്മൾ കേൾക്കണ ഇത്, നമ്മൾ പഠിക്കണ ഇത്, നമ്മൾ ഉൾക്കൊള്ളണ ഇത്. സൂറത്ത് ഇസ്രായിന്റെ 35-ാമത്തെ ആയത്തില് വഔഫുൽ കൈല ഇദാ കിൽതും വസിനൂ ബിൽ ഖിസ്ത്വാസിൽ മുസ്തഖീം ذلك خير وأحسن تأويلا വഔഫുൽ കൈല ഇദാ കിൽതും. നിങ്ങൾ അളന്ന് കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ അളവ് കൃത്യമായി അളക്കണേ. വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം. ശരിയായ തുലാസിൽ നിങ്ങൾ തൂക്കി കൊടുക്കണം. തുലാസിൽ കൃത്രിമം കാണിക്കരുതേ. ഗവൺമെന്റ് നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരെ പേടിച്ചിട്ട്, അത് പഞ്ചായത്തിൽ കൊണ്ടുപോയി സീലയിപ്പിച്ചിട്ടില്ലെങ്കിൽ ഫൈന് പേടിച്ചിട്ട് അല്ല. ഒരു മുസ്ലിം ഒരിക്കലും ആവക പേടി കൊണ്ടാകാൻ പാടില്ല. ഉടമസ്ഥനായ റബ്ബ് പറയുന്നു, ഉദ്യോഗസ്ഥന്റെ കണ്ണ് ചിലപ്പോ നിനക്ക് വെട്ടിക്കാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ വരുമ്പോ ഒരു 500-ന്റെ നോട്ടെടുത്ത് കൊടുത്താൽ അതോടെ ഒതുക്കാം. നടക്കൂല. മുസ്ലിം വസിനൂബിൽ ഖിസ്ത്വാസിൽ മുസ്തഖീം. ശരിയായ ത്രാസ്, ശരിയായ തുലാസ്, അതിലൊരു കൃത്രിമവും ചെയ്യാത്ത നേരായ തുലാസ്, അതിൽ നിങ്ങൾ തൂക്കി വിൽക്കണേ. ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഗുണം. വ അഹ്സനു തഅ്വീലാ, പരലോകത്തും മെച്ചപ്പെട്ടത് കിട്ടാൻ അതുകൊണ്ടേ സാധിക്കൂ പടച്ചതമ്പുരാൻ. എത്ര ആയത്ത്? അല്ലാ തത്ഗൗ ഫിൽ മീസാൻ وأقيموا الوزن بالقسط ولا تخسروا الميزان. സൂറത്തുർ റഹ്മാൻ. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, തുലാസിൽ അതിക്രമം കാണിക്കരുതേ. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. നീതിയോടെ തൂക്കണേ. ഒരിക്കലും അവിടെ നിങ്ങൾ തട്ടിപ്പ് നടത്തരുതേ, കുറവ് വരുത്തരുതേ. മഹാനായ പ്രവാചകൻ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ ഈ ഭൂമുഖത്തിട്ട് അള്ളാഹു അടിക്കാനും നശിപ്പിക്കാനും കാരണമായത് എന്താണെന്നറിയോ? ഓരോ ജനതയിലേക്കും അള്ളാഹു അദാബ് ഇറക്കാൻ കാരണം ഉണ്ടായിരുന്നു. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത ഈ ഭൂമിയിൽ തകർന്നടിഞ്ഞു. എന്താ കാരണം? ഇതായിരുന്നു കാരണം. ബിസിനസ്സിൽ തൂക്കത്തിലും അളവിലും കള്ളത്തരം കാണിച്ചു. ഖുർആൻ ആ സംഭവം സൂറത്തുൽ അഅറാഫിൽ പറയുന്നുണ്ട്. വഇലാ മദിയന അഖാഹും ശുഐബാ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. മദിയൻ നാട്ടിലേക്ക് നാം ശുഐബ് നബിയെ അയച്ചു. അദ്ദേഹം ആ ജനതയോട് പറഞ്ഞു, അല്ലാഹു അല്ലാത്ത ഇലാഹ് നിങ്ങൾക്കില്ല, ആ അല്ലാഹുവിനെ അനുസരിക്കുവീൻ. ഖദ് ജാഅത്കും ബയ്യിനതും മിർ റബ്ബികും. നിങ്ങളുടെ നാഥന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ തെളിവാണ് ഞാൻ, തെളിവും കൊണ്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ട് അനുസരിക്കൂ. എന്നിട്ട് പറയാണ്, ഫഔഫുൽ കൈല വൽ മീസാൻ വലാ തബ്ഖസുൻ നാസ അശ്യാഅഹും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹ് എന്നെ അയച്ചു, തെളിവോടുകൂടെ വിട്ടേക്കണതാ. അതുകൊണ്ട് ഫഔഫുൽ കൈല വൽ മീസാൻ. നിങ്ങൾ ബിസിനസ്സിൽ അളവും തൂക്കത്തിലും തെമ്മാടിത്തരം കാണിക്കുന്നുണ്ട്, കൃത്രിമം കാണിക്കുന്നുണ്ട്. അരുത്, കൃത്യമാകണം, കൃത്യമാകണം. വലാ തബ്ഖസുൻ നാസ അശ്യാഅഹും. ജനങ്ങൾക്ക് അവരുടെ ചരക്ക് കൊടുക്കുമ്പോ അവിടെ കുറവ് വരുത്തരുതേ. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. ഞാൻ ഈ പറയുന്ന ഉപദേശം അനുസരിക്കലാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. കള്ളക്കാഫിറും കപട മുനാഫിക്കും ആണെങ്കിൽ വർത്താനല്ലേ എനിക്ക്. പിന്നെ നിങ്ങളേറ്റ് എനിക്ക് ബന്ധല്ല. മുഅ്മിനീങ്ങളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കലാണ് നല്ലത്. പക്ഷേ
ആ നാട്ടുകാര്, മദിയൻ നാട്ടുകാര് മഹാനായ ആ പ്രവാചകനെ പുച്ഛിച്ച് തള്ളുകയും അവരുടെ ബിസിനസ്സിലുള്ള ഈ കൃത്രിമം തുടരുകയും അളവ് തൂക്കത്തിലെ വെട്ടിപ്പ് അവർ തുടർന്നു പോവുകയും ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഖുർആൻ പറയുന്നു, ഫഅഖദതുഹുമുർ റജ്ഫതു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. ഒറ്റ ഭൂകമ്പമാണ്, ഒരൊറ്റ പ്രകമ്പനമാണ്. ഒരു ഭൂമി കുലുക്കം അവരെ പിടികൂടി. ഇന്ത്യയിലെ ലാത്തൂരില്, ഗുജറാത്തില് ഒരു നട്ടപ്പാതിരക്ക് ഭൂകമ്പമുണ്ടായപ്പോ ആ ഗ്രാമത്തിൽ പിറ്റേ ദിവസം വെളുപ്പാൻ കാലത്ത് നിരവധി കബന്ധങ്ങൾ, ജനങ്ങളുടെ ഡെഡ് ബോഡികളാണ് കണ്ടത്. ഇതുപോലെ ഒരൊറ്റ ഭൂകമ്പം കൊണ്ട് പിറ്റേ ദിവസത്തെ പുലർവേളയിൽ അവരെല്ലാം ചത്ത് കമഴ്ന്ന് കിടക്കുന്ന അവസ്ഥയിലായിപ്പോയി എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മളിലേക്ക് ഈ കാരണത്താൽ ഭൂകമ്പം വരാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ അത്ര മെച്ചപ്പെട്ടതായതുകൊണ്ടല്ല. അള്ളാന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്, എന്റെ ഉമ്മത്തിനെ ഇവിടെ വെച്ച് അദാബാക്കല്ലേ അള്ളാഹ്. മൊത്തത്തിൽ ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന, മുൻഗാമികളെ നശിപ്പിച്ചതുപോലുള്ള ഒരു നാശം എന്നാലും കിട്ടും. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന നിലക്ക് ചില ഭാഗമൊക്കെ അള്ളാഹ് ഇളക്കും, കുലുക്കും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഈ ലോകത്ത് തന്നെ വെച്ച് അടിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ബിസിനസ്സുകാരെ ഈ മേഖലയിൽ, പിന്നെ ചിലർക്കൊക്കെ അറിയാം, അത് വിൽക്കുമ്പോ തന്നെ ഇത്ര കനമുള്ള സാധനം എന്ന് പറയും. ഏത്? അത് വിൽക്കുന്ന ആൾക്കും അറിയാം, മേടിക്കുന്ന ആൾക്കും അറിയാം, അത്ര ഉണ്ടാവൂല. അങ്ങനെ ഒരു ആദത്തായി, സമ്പ്രദായമായിട്ട് നമ്മുടെ നാട് മാറി. തട്ടിപ്പാണ് നടക്കുന്നതെന്ന് വിൽക്കുന്ന ആൾക്കറിയാം, മേടിക്കുന്ന ആൾക്കും അറിയാം. അതങ്ങോട്ട് നാട്ടു നടപ്പായി മാറി. ഈ സ്വഭാവം നിർത്തണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നാണ്. ഇനി ആയത്തുണ്ട്, സമയക്കുറവുകൊണ്ട് ഞാനത് ഉദ്ധരിക്കുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നല്ല കണിശത, നല്ല ജാഗ്രത. മൂന്നാമതായി പറഞ്ഞ അളവ് തൂക്കത്തിലെ കൃത്രിമം, ആ മേഖലയിൽ നല്ല ജാഗ്രതയും സൂക്ഷ്മതയും വേണം. അതിലൂടെ പോയാലാണ് നമുക്ക് ബർക്കത്ത് ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ, ആരോഗ്യം ഉണ്ടാവുള്ളൂ, ഹാപ്പി ലൈഫ് ഉണ്ടാവുള്ളൂ, മക്കള് നേരാവുള്ളൂ, ഭാര്യ അനുസരിക്കുള്ളൂ, കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവുള്ളൂ, മരിക്കുമ്പോ ഈമാൻ ഉണ്ടാവുള്ളൂ, ഖബറിൽ സലാമത്ത് ഉണ്ടാവുള്ളൂ, മഹ്ശറയിൽ സുരക്ഷ ഉണ്ടാവുള്ളൂ, സ്വർഗം കൊണ്ട് വിജയം ഉണ്ടാവുള്ളൂ. അള്ളാഹു അതൊക്കെയും നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കാനുള്ള ബോധവും അറിവും കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ കഴിഞ്ഞാൽ, പുണ്യങ്ങൾക്കേറെ പ്രസക്തിയും പ്രതിഫലവുമുള്ള മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസം. അതുകൊണ്ട് മുഹറം 9, 10 വരുന്ന ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് 10ന്റെ അന്നത്തെ നോമ്പിന്റെ പ്രാധാന്യം. ഹദീസുകളിലൊക്കെ, സ്വഹീഹായ ഹദീസുകളിൽ കാണാം, കഴിഞ്ഞുപോയ ഒരു വർഷക്കാലത്തെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന മഹത്വം ആ ഒരൊറ്റ നോമ്പിനുണ്ട്. 9 കൂടെ ചേർത്ത് പിടിച്ചാൽ, ചൊവ്വാഴ്ച കൂടി ചേർത്ത് പിടിച്ചാൽ അതിന് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് നന്മകൾ പരമാവധി വർദ്ധിപ്പിക്കാനും പശ്ചാത്താപ ബോധത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങാനും പുണ്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ മുഹറം മാസം എന്ന് സന്ദർഭോചിതമായി ഉണർത്തുന്നു. വിവിധ ആവശ്യങ്ങൾ